Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും SK ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. എല്ലാ ദിവസത്തെയും പോലെ നമുക്ക് ഒന്ന് രണ്ട് സ്റ്റോക്കുകൾ ചാർട്ടിൽ പോയിട്ട് അനലൈസ് ചെയ്യാം. കൂടാതെ നിഫ്റ്റി സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ടുകൾ നമുക്ക് നോക്കാം. നമ്മൾ എന്താണ് ചാർട്ടിൽ അനലൈസ് ചെയ്യുന്നത് പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്നും ഇതുപോലെ നിഫ്റ്റിയുടെയും അതുപോലെ സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ടിൽ അനലൈസ് ചെയ്യുക. കാരണം നമ്മൾ എടുക്കുന്ന എൻട്രികൾ കൂടുതലായിട്ട് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളാണ്. നമ്മൾ വലിയ ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകൾ എടുക്കാറില്ല പൊതുവായിട്ടുള്ള എൻട്രികൾ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കധികം ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവില്ല, വളരെ സ്ലോ മൂവ്മെൻ്റ് ആയിരിക്കും വലിയ ലാർജ് ക്യാപ്പ് കമ്പനികളിൽ. പക്ഷേ സ്മോൾ ക്യാപ്പ് കമ്പനികളാകുമ്പോൾ നമുക്കൊരു നല്ലൊരു റിസ്ക് റിവാർഡ് കിട്ടും. നല്ല റിസ്ക് റിവാർഡ് കിട്ടും. അതിന് കൂടെ തന്നെ നല്ല റിസ്കി ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം പ്രോപ്പറായിട്ടുള്ള മണിയൊക്കെ മാനേജ് ചെയ്ത് പൊസിഷൻ സൈസിങ് ഒക്കെ പ്രോപ്പറായിട്ട് വേണം എൻട്രികൾ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ പറയുന്ന സ്റ്റോക്കുകളൊക്കെ ഒരു എൻട്രി, അതായത് ഒരു ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല, എഡ്യൂക്കേഷൻ പർപ്പസിനാണ് വീഡിയോസ്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ കാണാൻ ശ്രമിക്കുക. വാങ്ങുന്നവർക്കാണെങ്കിൽ ഒരു പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കാൻ ഉപകാരപ്പെടും വീഡിയോസ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ടാർഗറ്റും നമ്മളെ പറയുന്ന എൻട്രികളും സ്റ്റോപ്പ് ലോസ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് നമ്മൾ ടെക്നിക്കലി നമ്മൾ നോക്കിയിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ കുറേ നാൾ ഇങ്ങനെ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാർക്കറ്റിൻ്റെ ഒരു റിതം അതുപോലെ എൻട്രി എടുക്കാനൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയകൾ കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡെയിലി ഇതുപോലെ വീഡിയോസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് നിഫ്റ്റി ചാർട്ടിലോട്ട് പോകാം. ഇന്ന് നിഫ്റ്റി നല്ല രീതിയിൽ ഒരു 100 പോയിന്റിൻ്റെ മുകളിലാണ് ഒരു ക്ലോസിംഗ് തന്നത്. 25,000 മുകളിലോട്ട് പോയെങ്കിലും സസ്റ്റെയിൻ ചെയ്യേണ്ട താഴത്തോട്ട് വന്നു. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് ചാർട്ടിൽ പോയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഇന്നലെ ഒരു ട്രെൻഡ് ലൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ എങ്ങനെ ടെക്നിക്കലി വർക്കാവുന്നത് മെയിനായിട്ടുള്ളൊരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഇന്നലെ ടെക്നിക്കലി നമ്മൾ ആ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ ഇന്നലെ പറഞ്ഞു എക്സാക്ട്ലി ആ റേഞ്ചിന് അടുത്തൊരു ഗ്യാപ്പ് അപ്പ് ആയിരുന്നു ഓപ്പൺ ചെയ്ത്. അതിനുശേഷം അവിടെ നിന്ന് തന്നെ കണ്ടില്ല ആ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ആ റേഞ്ച് കണ്ടു ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ തന്നെ ഈ റേഞ്ചിന് മുകളിൽ ബ്രേക്ക് ചെയ്യാം. അതല്ല ചിലപ്പോൾ ചെറിയൊരു പുൾ ബാക്ക് തന്നിട്ട് ചിലപ്പോൾ നാളെ ചെറുതായിട്ടൊരു പുൾ ബാക്ക് തന്നിട്ടായിരിക്കും ഒരു ബ്രേക്ക് ഔട്ട് തരിക. ഇല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് പോകുന്ന തോറും നമുക്ക് നിഫ്റ്റിയുടെ സ്ട്രെങ്ത് കൂടി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് ചർച്ചകളും ചെറിയ ചെറിയ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ഗ്ലോബലി അതുപോലെ ഇന്ത്യയിലൊക്കെ നടക്കുന്നുണ്ട്. FIAs കഴിഞ്ഞ ദിവസം ബയേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇന്നും എങ്ങനെയാണെന്ന് അറിയില്ല. ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ചയൊക്കെ ബൈ ചെയ്ത മാർക്കറ്റ് നല്ല രീതിയിൽ മേലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുമ്പോൾ നമുക്കൊരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു സെൻറ്റിമെൻ്റ് തന്നെയാണ് മൊത്തത്തിൽ. നമുക്ക് സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ട് നോക്കാം. സ്മോൾ ക്യാപ്പ് എന്നൊരു 130 പോയിന്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഇന്ന് സ്മോൾ ക്യാപ്പിൽ ഉണ്ടായിരുന്നു. ക്യാപ്പിൻ്റെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞ എക്സാക്ട്ലി ആ റേഞ്ചാണ് 18,000 എന്നുള്ള റേഞ്ച്. അതൊരു റെസിസ്റ്റൻസ് ആണ്. നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. നമുക്കിപ്പോൾ ഒരു ടെക്നിക്കലി അനലൈസ് ചെയ്യുന്ന ആളുകൾക്കാകുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം സ്റ്റോക്ക് ഉണ്ട്. ഈ റേഞ്ച് ഇവിടുന്ന് നല്ലൊരു താഴത്തോട്ട് വന്നതിന് ശേഷം മേലേക്ക് കയറാൻ ശ്രമിച്ചു. ഇവിടെ നല്ല റെസിസ്റ്റൻസ് ആയിട്ട് ആക്റ്റീവ് താഴത്തോട്ട് വന്നു. അതിനുശേഷം ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു താഴത്തോട്ട് സ്മോൾ ക്യാപ്പ് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടുന്ന് നല്ല രീതിയിൽ റിക്കവറായി ഈ റേഞ്ച് കണ്ടില്ലേ വീണ്ടും താഴത്തോട്ട് വന്ന് നമ്മൾ ആ റെസിസ്റ്റൻസ് ആണ് വീണ്ടും സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത് അതിനുശേഷം വീണ്ടും ഒരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും സ്മോൾ ക്യാപ്പ് താഴത്തോട്ട് വന്നു. വീണ്ടും ആ റേഞ്ച് ഉണ്ട് റെസിസ്റ്റൻസ് ആയി. അതിനുശേഷം വീണ്ടും താഴത്തോട്ട് വന്നു, വീണ്ടും മേലോട്ട് പോയി കണ്ടു. ഇവിടുന്ന് അതേ സെല്ലിംഗ് പ്രഷർ വന്നു, വീണ്ടും താഴത്തോട്ട് വന്നു. പക്ഷേ ഈ റേഞ്ചിന് താഴെ പോയില്ല. ചെറിയൊരു പുൾ ബാക്ക് തന്നിട്ട് മേലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിലൊക്കെ ഒരു മൂവ്മെൻറ്റും ടെക്നിക്കലി നോക്കുമ്പോൾ കുഴപ്പമില്ലാത്തൊരു ചാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് നിഫ്റ്റിയും സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ടുകൾ നമ്മൾ അനലൈസ് ചെയ്തിട്ട് നോക്കുന്നത്. അതുപോലെ ഐ ടി സ്റ്റോക്കുകളൊക്കെ 2 ദിവസമായിട്ട് നല്ലൊരു പോസിറ്റീവായിട്ട് പോകുന്നുണ്ട്. ഇപ്പം ഒന്ന് നോക്കുകയാണെങ്കിലും IT സ്റ്റോക്ക് തന്നെയാണ് നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് തന്നത്. ഇപ്പോൾ ഇൻഫോസിസ് ഒക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1%-2% അടുത്തൊരു മൂവ്മെൻറ്റ് തന്നു. അത് ഏകദേശം നിഫ്റ്റിയിൽ നന്നായിട്ട് പോയിന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ നമുക്ക് ഇന്നലെ നമ്മൾ 2 സ്റ്റോക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് നോക്കാം. ഇന്നലെ നമ്മൾ പറഞ്ഞ സ്റ്റോക്ക് അതെ കാരീസിലും ക്രോസ് എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. കാരീസിൽ എന്ന് പറഞ്ഞ സ്റ്റോക്ക് നമ്മൾ പറഞ്ഞിരുന്നു ആ റേഞ്ച് ഒരു ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അതെ, ഈ റേഞ്ച് ഇതിൻ്റെ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്തു. അപ്പോൾ അത് ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ടൈം വെറുതെ കളയണ്ടെന്ന് വെച്ചിട്ടാണ്. അതുപോലെ ക്രോസ് എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഈ ഒരു സ്റ്റോക്കാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ എൻട്രി കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതേ റേഞ്ചിൽ തന്നെയാണ് ഇപ്പോഴും സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിൽ ഓക്കെയാണ്, നമുക്ക് എൻട്രികൾ എടുക്കാൻ പറ്റുന്ന റേഞ്ച് തന്നെയാണ്.
ഓക്കെ, അപ്പോൾ അതുപോലെ നമുക്ക് നാളേക്ക് 2 സ്റ്റോക്കുകൾ നമുക്ക് വാച്ച് ചെയ്യാം. ജസ്റ്റ് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, ഒന്ന് എഡ്യൂക്കേഷണൽ പർപ്പസിനാണ്, നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് മാത്രം വാച്ച് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ഒരു സ്റ്റോക്ക് ആക്സിസ് കാർഡാണ്. ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് ഒരു 5% അടുത്തൊരു മൂവ്മെന്റ് വന്നിരുന്നു. ഈ ഒരു സ്റ്റോക്കിന്റെ ചാർട്ട് നോക്കിയാൽ, ഇതിന്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിന്റെ നല്ലൊരു റെസിസ്റ്റൻസിന് ബ്രേക്ക് ഔട്ട് തന്നു. ഓൾറെഡി ഈ ഒരു സ്റ്റോക്ക് നല്ല ഇതിലൊരു മൂവ്മെന്റ് തന്നു. ഏകദേശം നമ്മൾ ബ്രേക്ക് ഔട്ട് റേഞ്ചിന്റെ മുകളിലാണ് സസ്റ്റെയിൻ ചെയ്തത്. അപ്പോൾ നാളെ നമുക്ക് ഇതേ റേഞ്ചിൽ തന്നെ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിന് താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഉണ്ട്. ഏകദേശം ഈ റേഞ്ച് താഴെ ഒരു 3.5% സ്റ്റോപ്പ് ലോസും നമുക്കൊരു 3.5% സ്റ്റോപ്പ് ലോസും ഒരു 7% ടാർഗറ്റ് നമുക്ക് ഇതിലേക്ക് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഓൾറെഡി ഒരു സ്റ്റോക്ക് മൂവ് ചെയ്താണ്ട് നമുക്കൊരു 10%, ഒരു 1650 ഒക്കെ നമുക്ക് ഇതിലേക്ക് ഒരു ടാർഗറ്റായിട്ട് നോക്കാവുന്നതാണ്. ഇതേ റേഞ്ചിന്റെ മുകളിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അതെല്ലാം നാളെ ഈ ഒരു സ്റ്റോക്ക് ഈ താഴത്തെ റേഞ്ചിലാണ് ഓപ്പൺ ആവുന്നത്. അതായത് ഇവിടെ ഓപ്പൺ ആയിട്ട് ഈ റേഞ്ചിൽ ഒന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് പോകുകയാണെന്ന് പറഞ്ഞാൽ നല്ല റിസ്ക് റിവാർഡ് നമുക്ക് കിട്ടും. അപ്പോൾ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഞാൻ ജസ്റ്റ് വരയാം, അതാകുമ്പോൾ ഈസി ആയിരിക്കും. ഈ റേഞ്ച് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 1620 നമുക്ക് ടാർഗറ്റ് വയ്ക്കാം. ഒരു 1620 ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസ്ക് റിവാർഡുള്ള ഒരു ട്രേഡ് നമുക്ക് ഒരു ഷോർട്ട് ടൈമിലേക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇന്നത്തെ ദിവസം നോക്കിയാണെങ്കിൽ ക്യാൻഡിൽ നല്ലതാണ്, അതുപോലെ വോളിയം കയറി വരുന്നുണ്ട്. അപ്പോൾ രണ്ടും വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു പേപ്പർ ട്രേഡൊക്കെ ചെയ്ത് പഠിക്കാൻ നല്ലതായിരിക്കും. അതുപോലെ അടുത്തൊരു സ്റ്റോക്ക് ഡെക്കൻ സിമെന്റ് ലിമിറ്റഡ് ആണ്. ഇപ്പോൾ സിമെന്റ് സ്റ്റോക്കുകളിലൊക്കെ ഒരു മൂവ്മെന്റ് നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഒരുപാട് നാളത്തെ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ഒരു റേഞ്ച് ഒരുപാട് നാളത്തെ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. അപ്പോൾ അവിടുന്ന് മേലോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഒരു സ്റ്റോക്കിന് കണ്ടാൽ തന്നെ നമുക്കറിയാം. നമുക്ക് ഇതിന്റെ ഒരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു എൻട്രി എടുക്കാം. ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്ക് ഇതിന്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെക്കാം. നമുക്കൊരു 1:1.5 എങ്കിലും മിനിമം ടാർഗറ്റ് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എൻട്രി എടുത്ത് ഇതിന്റെ എൻട്രി ട്രിഗർ ആയിട്ടില്ല, നമുക്കൊരു 5% സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 7.5% ടാർഗറ്റ് നമുക്ക് ഇതിലേക്ക് കൺസിഡർ ചെയ്യാം. ഒരു 7.5% ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1210 നമുക്ക് ടാർഗറ്റ് നമുക്ക് ഇതിലേക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ റേഞ്ച് നമുക്ക് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെച്ചിട്ട് ഈ ഒരു സ്റ്റോക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ 2 സ്റ്റോക്കുകളാണ് നമ്മൾ നാളേക്ക് പറയുന്നത്. കാരണം ഇതിന്റെ വേറെ ചാർട്ട് നമ്മൾ നോക്കുന്നില്ല. കാരണം ഇതിന്റെ ഒരു വീക്ക് ചാർട്ട് എടുത്ത് നോക്കാം, വല്ല ഓപ്പർച്യൂണിറ്റി പഴയ ബ്രേക്ക് ഔട്ട് ഉണ്ടോ എന്നുള്ളത് ഇല്ല. ഏകദേശം ആ ഒരു സ്റ്റോക്ക് നല്ലൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ചെറിയ കൺസോൾട്ടേഷൻ തന്നിട്ട് മേലോട്ട് പോകുന്ന ഒരു പാറ്റേൺ ആണ്. ഓക്കെ, അപ്പോൾ ഈ 2 സ്റ്റോക്കുകളാണ് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യുന്ന 2 സ്റ്റോക്കുകൾ. അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമുക്കൊരു ടെലിഗ്രാം ചാനൽ ഉണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്ത് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. നമുക്കിതുപോലെ നല്ല ചാർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്